ഇക്കഴിഞ്ഞ വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളെ നമ്മൾ പല രീതിയിൽ വിശകലനം ചെയ്യും, വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തു. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം, BJPയുടെ പരാജയം, ചേലക്കരയിൽ CPMൻ്റെ തിരിച്ചുവരവ്, അതുപോലെ കോൺഗ്രസിൻ്റെ പരാജയം, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ അശ്വമേധം, ഇതൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇതിനിടയ്ക്ക് വിട്ടുപോയ ഒരു ഘടകം, അത് നമ്മുടെ PV അൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥി ചേലക്കരയിൽ മത്സരിച്ചു. സുധീർ പള്ളുരുത്തി എന്നറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ്. നേരത്തെ ഒരിക്കൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച് PK ബിജുവിനോട് പരാജയപ്പെട്ട ആളാണ്. പരാജയപ്പെട്ടതിന് ശേഷം സുധീർ വളരെ കാലം ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്ത് കേസ് നടത്തി. ആ കാലത്താണ് ഞങ്ങൾ സുഹൃത്തുക്കളായി മാറിയത്. അതേ സമയത്ത് തന്നെ നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റുപോയ RS അനിലിൻ്റെ കേസ് ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ PV ശ്രീനിജൻ താല്പര്യപ്പെട്ട് വേറെ ആളെ കൊണ്ട് വേറെ കേസ് കൊടുപ്പിച്ചു, കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ട്. അപ്പോൾ ഈ രണ്ട് കേസുകൾ ഒരേ സമയത്ത് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരുടെ കോടതിയിലാണ് നടന്നത്. ശശിധരൻ നമ്പ്യാർ സുധീർ പള്ളുരുത്തി കൊടുത്ത കേസ് തള്ളി PK ബിജുവിനെ വിജയം ശരിവെക്കുകയും ഞങ്ങൾ കൊടുത്ത കേസ് അംഗീകരിച്ച് അത് അനുവദിച്ച് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിച്ചു. കൊടിക്കുന്നിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോയി കേസ് ജയിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ ഈ സമയത്താണ് ഈ സുധീർ പള്ളുരുത്തി എന്ന് പറഞ്ഞ ആളെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ KPCCയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ്, സാമാന്യം ധനസ്ഥിതിയുള്ള ആളാണ്. ഈ മാന്യദേഹമാണ് അൻവറിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചേലക്കരയിൽ മത്സരിച്ചത്. അൻവർ ആദ്യം പാലക്കാട്ടൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പക്ഷം ഒരുപക്ഷെ BJP ജയിച്ചു പോയേക്കും എന്ന് സംശയം തോന്നിയതുകൊണ്ട് പുള്ളി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അതുകൊണ്ട് DMKക്ക് പാലക്കാട്ട് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. വയനാട്ടിലെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശമാണ് വയനാട്. അവിടെ BJPയെയും LDFനെയും പരാജയപ്പെടുത്താൻ വേണ്ടി പുള്ളി പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊണ്ടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത്, അല്ലെങ്കിൽ തോറ്റുപോയത്. ഏതായാലും അൻവറിൻ്റെ ഒരു വലിയ വിജയമാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അതുപോലെ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം തോൽക്കാതിരുന്നത്. പക്ഷേ ചേലക്കരയിൽ അത് പോരാ എന്ന് പുള്ളിക്ക് തോന്നി. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ടൊരു അവസരം കിട്ടിയതാണ്. അത് ചേലക്കരയിൽ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചേലക്കരയിൽ സുധീർ പള്ളുരുത്തിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. വലിയ മത്സരമാണ് നടത്തിയത്. കണ്ടമാനം പണം ചെലവഴിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും അൻവറിൻ്റെ ആശയം എത്തി. അൻവറിൻ്റെ പ്രവർത്തകർ നോട്ടീസ് വിതരണം ചെയ്യാനും പോസ്റ്റ് ഒട്ടിക്കാനും ബാനർ വലിച്ചു കെട്ടാനും ഫ്ലെക്സ് ബോർഡ് വയ്ക്കാനും ഒക്കെ ഉത്സാഹിച്ചു. ഇഷ്ടംപോലെ പണം ചിലവഴിച്ചു. എത്ര കാശ് ചിലവായി എന്നുള്ളത് അൻവറിന് പഠിച്ചവരും മാത്രം അറിയും. സുധീർ പള്ളുരുത്തിക്ക് എന്നെ അറിയാമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോഴൊക്കെ നമുക്കറിയാമായിരുന്നു അൻവറിൻ്റെ പോരാട്ടം നോട്ടയോടാണ്. നോട്ടയും അൻവറും തമ്മിൽ വലിയ മത്സരമാണ് ചേലക്കരയിൽ നടക്കുന്നത്. അൻവർ 4ാം സ്ഥാനത്ത് എത്തുമോ അതോ നോട്ട 4ാം സ്ഥാനത്ത് എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് പോലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഏതായാലും നോട്ടയുമായിട്ടുള്ള പോരാട്ടത്തിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥി സുധീർ വിജയിച്ചു. ഈ സുധീർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 3904 വോട്ടോ മറ്റോ കിട്ടി. 3909 വോട്ട് കിട്ടി. 91 വോട്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ 4000 തികഞ്ഞാൽ. 4000 തികഞ്ഞില്ല. അതിന് 9 വോട്ടിൻ്റെ 91 വോട്ടിൻ്റെ കുറവ് സംഭവിച്ചു. അത് അത്ര കാര്യമായിട്ട് കൂട്ടേണ്ടതില്ല. നോട്ടയാണെങ്കിൽ പ്രത്യേകിച്ച് പോസ്റ്റർ ഒട്ടിച്ചില്ല, ബാനർ വലിച്ചു കെട്ടിയില്ല, ഫ്ലെക്സ് ബോർഡ് വെച്ചില്ല, ഒന്നും ചെയ്തില്ല. വെറുതെ ആ ബാലറ്റ് യന്ത്രത്തിൽ ഇടം പിടിച്ച ഒരാളാണ്. പുള്ളിക്ക് ഏതാണ്ട് 1066 വോട്ടേ കിട്ടി. അപ്പോൾ ഒരു പ്രചരണം നടത്താതെ നോട്ടയ്ക്ക് 1066 വോട്ട് കിട്ടി. കണ്ടമാനം പണം ചെലവഴിച്ച് വലിയ വായിൽ പ്രസംഗിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തി ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും BJPയും മാറി മാറി കുറ്റപ്പെടുത്തിയ അൻവറിൻ്റെ പാർട്ടിക്ക് 3909 വോട്ട് കിട്ടി. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി. ചേലക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ അൻവറിൻ്റെ പാർട്ടിയെ തോൽപ്പിച്ചു എന്ന അഭിപ്രായമില്ല. പുള്ളി പറയുന്നത് ഇതൊരു വലിയ നേട്ടമാണ്, വലിയ വിജയമാണെന്നാണ്. കാരണം ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ച് ഇത്ര കുറഞ്ഞ ദിവസത്തിനകത്ത് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും, ഇത്ര അധികം വോട്ട് പിടിക്കാൻ ചോദിച്ചാൽ ചെറിയ കാര്യമല്ല. കെട്ടിവെച്ച കാശ് പോയി, പണം എന്താണ് വോട്ടെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചിലവഴിച്ച പൈസയും മുഴുവൻ പോയി. പാർട്ടിക്ക് വേണ്ടി
ജാഥയ്ക്ക് പോയവരും നോട്ടീസ് വിതരണം ചെയ്തവരും പോലും പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല എന്നുകൂടെ മനസ്സിലാക്കുക. എന്നാലും വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഈ ചേലക്കര തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ടാണ്, മലപ്പുറം ജില്ലയിലോ മറ്റായിരുന്നെങ്കിൽ പുള്ളി ശരിയായി കൊടുത്തേനെ എന്നാണ്. അത് ശരിയാണ്. പെരിന്തൽമണ്ണയിലായിരുന്നു എന്ന് വിചാരിക്കാം, അതെല്ലാം മങ്കടയിലോ വേങ്ങരയിലോ ഒക്കെ ആയിരുന്നു അൻവർ ഒരു സ്ഥാനാർത്ഥി എടുത്തിരുന്നെങ്കിൽ ജയം സുനിശ്ചിതമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3 മുന്നണിയും അൻവറിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ്. പക്ഷേ കഷ്ടകാലം കൊണ്ട് ഈ ചേലക്കര തൃശ്ശൂർ ജില്ലയിലായിപ്പോയി, അതിലുപരി പട്ടികജാതി സംവരണ മണ്ഡലമായിപ്പോയി. അതുകൊണ്ട് പറ്റിയതാണ്. അതുകൊണ്ട് നോട്ടയും പുള്ളി തമ്മിലുള്ള മത്സരത്തിൽ ജയിച്ചു എന്ന് കരുതിയിട്ട് അൻവറിന് യാതൊരു അഹങ്കാരവുമില്ല. പുള്ളി വിനയാന്വിതനാണ്. ഇതുപോലെയുള്ള വലിയ വലിയ വിജയങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇനിയിപ്പോൾ നിലമ്പൂർ തന്നെ അത് UDFൻ്റെയോ LDFൻ്റെയോ BJPയുടെയോ പിന്തുണയില്ലാതെ DMKയുടെ ലേബലിൽ മത്സരിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവിടെയും നോട്ടേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാനുള്ള ജനപിന്തുണയൊക്കെ സാക്ഷാൽ അൻവറിൻ്റെ പാർട്ടിക്കുണ്ട്. ആരും ഇത് കണ്ട് അൻവറിനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല, താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ല. അൻവർ എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു പ്രതിഭയാണ്, ഒരു പ്രതിഭാസമാണ്. വരും കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് അമ്പുക്കാക്കി ജയ് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. നോട്ടേ, നിൻ്റെ കാര്യം കഷ്ടത്തിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.